എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ഹനുമാൻ ചാലീസ ക്ലാസിൻ്റെ 9ാമത്തെ ക്ലാസ്സിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ 9ാമത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് നമുക്ക് ഗുരുവന്ദനം ചെയ്ത് തുടങ്ങാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സം സരസ്വത്യേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതുലിത ബലധാമം ഹേമശൈലാപദേഹം ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. ഓം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം ആഞ്ജനേയ ഭഗവാൻ കി ജയ്. ജയ് ശ്രീരാം. ഇന്ന് ശ്ലോകങ്ങൾ വായിക്കുന്നത് അനന്യയാണ്. അനന്യയുടെ അച്ഛനും അമ്മയും രാജേഷും ശാരികയും വളരെ വലിയ ഹനുമത് ഭക്തരാണ്. വായിക്കാൻ തുടങ്ങിക്കോളൂ അനന്യ. श्री गुरु चरण सरोज रज निज मन मुकुर सुधारि वरण रघुबर बिमल जसु जोदायक फलचारि बुद्धिहीन तनु जानिके सुमिरौ पवन कुमार बल बुद्धि विद्या देहु मोहि हरहु कलेश विकार। नासे रोग हरि सब वीरा जपत निरंतन हनुमत पीरा। संकट से हनुमान छुड़ावे मन क्रम भजन ध्यान जो लावे। सब पर राम तपस्वी राजा तिनके काज सकल तुम साजा। और मनोरज जो कोई लावे सोई अमित जीवन पल पावे। चारों जुग परताप तुम्हारा है प्रसिद्ध जगत उजियारा। साधु संत के तुम रखवारे असुर निकंटन राम दुलारे। अष्ट सिद्धि नवु निधि के दाता असबल तीन जानकी माता। राम रसायन तुम्हारी पासा सदा रहो रघुपति के दासा। तुम्हारो भजन राम को पावे जन्म जन्म के दुख बिसरावे। अंत काल रघुबर गुरु हरि भक्त कहाई और देव सर्व सुख करई। ശരണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.
നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് 28ാമത്തെ ശ്ലോകമാണ്. ഓർ മനോരഥ് ജോ കൊയിലാവേ സോയി അമിത് ജീവൽ പനുപാവേ, 28ാമത്തെ ശ്ലോകം. അപ്പൊ 28ാമത്തെ ശ്ലോകത്തില് എല്ലാ ഹനുമത് ഭക്തർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഹനുമത് ഭക്തർക്കും, ഹനുമാൻ ചാലീസ വായിക്കുന്ന എല്ലാ ഭക്തർക്കും എന്ത് മനോരഥങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഇനി പറഞ്ഞു വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ ഒന്നുമല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സാധിച്ചു കൊടുക്കും ഹനുമൽ സ്വാമി അദ്ദേഹത്തിന്റെ കൃപയാൽ എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. നമ്മൾക്ക് 29ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാം ഹനുമൽ സ്വാമിയുടെ ചരണങ്ങളിലും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലും സമർപ്പിച്ച് നമുക്ക് തുടങ്ങാം. चारों युग परताप तुम्हारा, हे प्रसिद्ध जगत उजियारा. चारों युग परताप तुम्हारा, हे प्रसिद्ध जगत उजियारा. ഇവിടെ പറയുന്നത് ചാരോ യുഗ്. ചാരോ യുഗ് എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങളില്. പരതാപ്, പരതാപ് എന്ന് പറഞ്ഞാൽ പ്രതാപം, ഹനുമാന്റെ പ്രതാപം 4 യുഗങ്ങളിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് ഗോസ്വാമി തുളസിദാസ് മഹാരാജ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ടോ ഹേ പരിസിദ്ധ്, പരിസിദ്ധ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധ്, ഹേ പരിസിദ്ധ്, ഹേ പ്രസിദ്ധനായ ഹനുമൽ സ്വാമി, അങ്ങ് ഈ ജഗത്തിന്റെ എന്ന് വെച്ചാൽ ഈ വിശ്വത്തിന്റെ ഉജിയാരയാണ്, പ്രകാശം പരത്തുക. ഉജിയാര എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുക. ഹേ പ്രസിദ്ധ ജഗത്ത് ഉജിയാര. അപ്പോ വളരെ പ്രസിദ്ധനായ അങ്ങ് ഈ ചാരോ യുഗ എന്ന് വെച്ചാൽ 4 യുഗങ്ങളിലും പ്രശസ്തനായ അങ്ങ് ഈ ജഗത്തിന്റെ തന്നെ വെളിച്ചമായിട്ട് നിലകൊള്ളുന്നു എന്നാണ് ഇവിടെ അതിന്റെ വാക്കായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ വരുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ ഇതിനെ ആഴത്തിൽ ചിന്തിച്ചു നോക്കാം. ഇപ്പോ രാമാവതാരം ത്രേതായുഗത്തിലാണ്, എല്ലാവർക്കും അറിയാതെ. അപ്പോ ത്രേതായുഗത്തില് രാമചന്ദ്ര ഭഗവാൻ അദ്ദേഹത്തിന്റെ ലീലകളെല്ലാം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം സ്വകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് സ്വധാമത്തിലേക്ക്, വൈകുണ്ഠധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നമുക്ക് രാമായണം വായിക്കുമ്പോൾ അറിയാം, സരയൂ നദിയില് എല്ലാവരും കൂടി അങ്ങനെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്ന സരയൂ നദിയിൽ നിന്ന് ആ ദൃശ്യം നമ്മൾ വായിച്ച് മനസ്സിൽ പതിഞ്ഞ് എല്ലാവർക്കും കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോ പക്ഷേ ഹനുമാനോ, രാമചന്ദ്ര ഭഗവാൻ പോലും ആ ത്രേതായുഗം അവസാനിച്ചപ്പോ അദ്ദേഹത്തിന്റെ ലീലകൾ അവസാനിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അതേ സമയത്ത് ഹനുമാൻ ചിരഞ്ജീവിയായിട്ടിരിക്കുകയാണ്. കാരണം ഹനുമാന് ആരാണ് ആശീർവാദം കൊടുത്തിരിക്കുന്നത്? ഹനുമാന് ചിരഞ്ജീവിയായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ കൂടി അജർ അമര ഗുണ നിധിസുത് ഹോവു കരഹി ബഹുത്ത് രഘുനായക ജോഹു എന്നാണ് സീതാമാതാവ്, ജനകജനനിയായിട്ടുള്ള സീതാമാതാവ് അദ്ദേഹത്തിന് ആശീർവാദം കൊടുത്തത്. അടയാള മോചനം കൊടുത്തപ്പോ കൊടുത്തതാണെന്ന് നമ്മൾ കേട്ടു അതെല്ലാം. അപ്പോ അജർ അമർ, അജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജരാനരകളൊന്നും ബാധിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെയോ അമർ, മൃത്യു വരരുത് എന്നാണ് അടുത്ത വരം. അത് കഴിഞ്ഞോ ഗുണനിധി സുത് ഹോവു പുത്ര, നീ ഗുണങ്ങളുടെ നിധിയായി മാറും. അതുകൊണ്ടാണ് അതുലിത ബലധാമവും അതുപോലെ തന്നെ സകല ഗുണനിധാനവുമായിട്ട് ഹനുമൽ സ്വാമി മാറിയത്. അങ്ങനെ അജർ അമർ ഗുണനിധി ഹോവു കരഹി ബഹുത്ത് രഘുനായക ജോ. ഇത് മാത്രമല്ല, അത് പറഞ്ഞിട്ടും ഹനുമാന് അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല. കാരണം സദാ രാമ പാദാരവിന്ദങ്ങളിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ഹനുമാന് ഈ ഗുണങ്ങളിലൊന്നും ആഗ്രഹമില്ല. അടുത്ത വരം എന്താണ് കൊടുക്കുന്നത്? കരഹി ബഹുത്ത് രഘുനായക ജോഹു. നീ ഒരുപാട് കാര്യങ്ങൾ രഘുനായകന്റെ ചെയ്യും, പക്ഷെ ഇവിടെ പറയുന്നതല്ല. കരഹി ബഹുത്ത് രഘുനായക ജോഹു, രഘുനായകന്റെ, രഘുനാഥന്റെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ബഹുത്ത് ജോഹു, ഒരുപാട് നിന്നിൽ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഈ 2 അവതാരം, ഈ 2 വരങ്ങള് കൊടുത്തത് കൊണ്ട് എന്താണ് ഗുണം? എല്ലാ കാലത്തും എല്ലാ യുഗങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ഭജനം ചെയ്യുന്നവരുടെ സേവ ചെയ്യാനും അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറ്റി അവരെ ഭവസാഗര തീരം തരണം ചെയ്യിപ്പിച്ച് ഭഗവത് പാദത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹനുമൽ സ്വാമി സദാ വായുപുത്രനായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോ പലപ്പോഴും തർക്കബുദ്ധിയുള്ളവർക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും.
ശ്രീരാമചന്ദ്ര ഭഗവാൻ ത്രേതായുഗത്തിലായിരുന്നു. അപ്പോ സീതാദേവി അദ്ദേഹത്തിന് വരം കൊടുത്തിട്ടുണ്ട്, ഹനുമാന്, നീ നിനക്ക് മരണമില്ല, നീ എല്ലാ യുഗങ്ങളിലും അങ്ങനെ ചിരഞ്ജീവിയായിട്ടിരിക്കുമെന്ന്. അപ്പോ അത് കഴിഞ്ഞാൽ വരുന്നത് ദ്വാപര യുഗമാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോ കലിയുഗം. അപ്പോ സത്യുഗത്തില് അല്ലെങ്കിൽ കൃതയുഗത്തില് ഇദ്ദേഹം ഉണ്ടായിരുന്നോ? പിന്നെ ഇങ്ങനെ ചാറോ ജുഗ് പ്രതാപ് തുമാര എന്ന് പറയുന്നത് എന്ന് തർക്കബുദ്ധികൾ ചോദിക്കുമത്രേ. അപ്പൊ തർക്കബുദ്ധികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ നമ്മളുടെ ഒരു സനാതന ധർമ്മികളുടെ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ തർക്കബുദ്ധിയെ തർക്കബുദ്ധിയോട് തന്നെ നേരിടണം. അതിനെ നമ്മൾ ആ തർക്കശാസ്ത്രം ഇവിടെ തർക്കിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ രീതിയിൽ ഉത്തരം കൊടുക്കുക എന്നുള്ളതല്ല, തർക്കശാസ്ത്രത്തോടു കൂടി തന്നെ അതിന്റെ ശാസ്ത്രീയ വശത്തോടു കൂടി തന്നെ ഉത്തരം കൊടുക്കണം. അപ്പോ നമ്മളിവിടെ നോക്കുമ്പോ ചാറോ ജുഗ് പ്രതാപ് തുമാര കാര്യം ശരിയാണ്, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആളുകൾ പറയും, കലികാലം വളരെ മോശമാണ്. ഇപ്പോ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കാലം വളരെ മോശമാണ്, ശ്രദ്ധിച്ചോളൂ, കാലം ആളുകൾ ഒന്നും ശരിയല്ല, ശ്രദ്ധിച്ചോളൂ, കാലം തന്നെ മോശമാണ്, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നമ്മളുടെ ഈ എന്താ പറയുക, നമ്മുടെ തലച്ചോറൊക്കെ ഇങ്ങനെ ദ്രവിപ്പിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് നിങ്ങൾ എങ്ങനെ തർക്കബുദ്ധി ഉപയോഗിക്കും? സദ്യുഗത്തില് അല്ലെങ്കിൽ കൃതയുഗത്തില് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടായിരുന്നു. ഹിരണ്യാക്ഷൻ സ്വന്തം മകനെ പോലും നാരായണ നാമം, ഹിരണ്യകശിപു സ്വന്തം മകനെ നാരായണ നാമം പോലും ജപിക്കാൻ സമ്മതിക്കാതെ അത് ജപിച്ചതിന് മകനെ പോലും വധിക്കാൻ തീരുമാനിച്ച അത്രയും ക്രൂരനായ രാക്ഷസനായിരുന്നു ഹിരണ്യകശിപു. ഹിരണ്യാക്ഷനോ ഭൂമി ദേവിയെ തന്നെ കട്ടുകൊണ്ടുപോയി സമുദ്രത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അവരുടെ രാക്ഷസീയ വൃത്തികളിൽ നിന്നും അനീതികളിൽ നിന്നും രക്ഷ നേടാൻ പൊറുതി മുട്ടിയിട്ടാണ് ദേവന്മാരും അതുപോലെ തന്നെ മനുഷ്യരും എല്ലാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നോക്കൂ, കൃതയുഗത്തിലും വളരെ ധർമ്മ പ്രഭാഷണങ്ങൾ ചെയ്യാനോ ധർമ്മ കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാനോ ഒരു സമ്മതം ഉണ്ടായിരുന്നില്ല ഇവരുടെ സമയത്ത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കൃതയുഗത്തിലും വളരെ മോശമായിട്ടുള്ള ഹിരണ്യാക്ഷനെയും ഹിരണ്യകശുവിനെയും പോലത്തെ ആളുകൾ ഉണ്ടായിരുന്നു. ഭഗവാന് തന്നെ നേരിട്ട് വരേണ്ടി വന്നു അവരെ സംഹരിക്കാൻ. ഇനി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകും, നമ്മൾ ത്രേതായുഗത്തിലോട്ട് വരുന്നു. അപ്പൊ ത്രേതായുഗത്തിലോ രാവണനും കുംഭകർണനും ഒട്ടും മോശമല്ല, രണ്ടുപേരും എല്ലാവിധ ശക്തികളും ഉണ്ട്. അവര് എല്ലാ രാക്ഷസപ്പടയോടും കൂടി മുനികളെയും ഋഷികളെയും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും അതുപോലെ തന്നെ സത്കർമ്മം ചെയ്യുന്നവരെ വിഷമിപ്പിച്ച് വളരെയധികം വിഷമങ്ങൾ സൃഷ്ടിപ്പിച്ച് അവരെ കൊല്ലാക്കൊല ചെയ്ത് അതുപോലെ മുനികളുടെ എല്ലാ യാഗങ്ങൾ മുടക്കി എല്ലാം എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു കൂട്ടിയിരുന്നു ആര്? രാവണനും കുംഭകർണനും. ശ്രീരാമചന്ദ്ര ഭഗവാന് വിഷ്ണുവിന് ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് അവതാരം എടുക്കേണ്ടി വന്നു അതിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഭഗവാന്റെ യുഗമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ യുഗമായിട്ടുള്ള ത്രേതായുഗത്തിലും വളരെ മോശമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ദ്വാപരയുഗത്തിലോട്ട് വരൂ, അവിടെയോ കംസൻ, ശിശുപാലൻ. നമ്മൾ വളരെ വൃത്തിയായിട്ട് അറിയാം നമുക്ക് ഇവരുടെ വൃത്തികേടുകൾ എന്താന്ന്. അത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ്, ശിശുക്കളെ പോലും വധിച്ചവരായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പോ കംസൻ പ്രത്യേകിച്ചും അതുപോലെ ശിശുപാലൻ പാപങ്ങൾ വാരിക്കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ 3 യുഗങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, കൃതയുഗത്തില് കലിയുഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കലിയുഗത്തിനെ പോലെ മോശമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ത്രേതായുഗത്തില് വളരെ മോശമായിട്ടുള്ള രാവണനും കുംഭകർണനും കലിയുഗത്തിന്റെ കലിയേക്കാളിലും മോശമായിട്ടുള്ള അവതാരങ്ങളായിരുന്നു അവര്. അതുപോലെ ദ്വാപരയുഗത്തില് കംസനും ശിശുപാലനും. അപ്പൊ നമുക്ക് ഇതെന്താണ് കാണിച്ചു തരുന്നത്? ഈ കലിയുഗത്തിൽ ഇരുന്ന് തന്നെ നമ്മൾക്ക് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കൃതയുഗത്തിലും പോകാൻ പറ്റും. അതാണ് കാണിച്ചു തരുന്നത്. അപ്പോ ആ യുഗങ്ങളിലൊക്കെ കലിയുഗം ഉണ്ടായിരുന്നെങ്കിൽ കലിയുഗത്തിൽ ഈ യുഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് നമ്മളൊക്കെ അനുഭവസ്ഥരാണ്. തുളസിദാസ് പ്രത്യക്ഷമായി അനുഭവിച്ചതാണ് എന്ന് നമുക്കറിയാം. ശ്രീരാമചന്ദ്ര ഭഗവാനെ കണ്ടതും രാമചരിതമാനസ് എഴുതിയതും ഒക്കെ കലിയുഗത്തിലാണ്. അതുപോലെ ശ്രീമദ് നാരായണീയമാണെങ്കിലും
എല്ലാ കൃതികളും വന്നത് കലിയുഗത്തിലാണ്. അപ്പൊ കലിയുഗത്തിൽ ഭഗവത് ദർശനം കിട്ടിയ ധാരാളം ആളുകളുണ്ട്. അപ്പോ നമ്മുടെ മനസ്സ് തന്നെയാണ് മോശമായി തീരുന്നത്. സകാരാത്മകമായ ചിന്തകള് എന്നാണോ നമ്മളുടെ മനസ്സിൽ ഉദിക്കുന്നത്, അപ്പൊ കലിയുഗത്തിൽ ഇരുന്ന് തന്നെ നമ്മൾക്ക് ദ്വാപരയുഗവും ത്രേതായുഗവും അതുപോലെ തന്നെ സദ്യുഗവും അല്ലെങ്കിൽ കൃതയുഗവും അനുഭവിക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ട് നമുക്കതറിയാം. നോക്കൂ, നമ്മള് ഇപ്പോ ത്രേതായുഗത്തിലോട്ട് പോവാണ്. ത്രേതായുഗത്തിലോട്ട് പോയിട്ട് രാമായണം വായിക്കാൻ നമ്മൾ കർക്കിടക മാസത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ രാമചന്ദ്ര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പിന്നെ രാമചന്ദ്ര ഭഗവാന്റെ ജനനം വരുന്ന സമയമൊക്കെ വരുമ്പോഴേക്കും നമ്മളവിടെ എത്തും. നമ്മളെവിടെ കൃത്യമായിട്ട് നമ്മള് അയോധ്യയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ മിഥിലയിലേക്ക് അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, മൈഥിലിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ സദസ്സിൽ നമ്മൾ എത്തിച്ചേരും. വഴിക്ക് മാർഗഭംഗം നടത്തുന്ന ഭൃഗുരാമനെ നമ്മൾ കാണും. അപ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ നിഷ്ഠയോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ത്രേതായുഗത്തിൽ എത്തിച്ചേരും. ഇനിയോ, ആനന്ദരൂപ ഭഗവൻ ഐതേ അവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് ഭഗവാന്റെ ജനനത്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മള് ദ്വാപരയുഗത്തില് കൃഷ്ണ ജനനം പ്രതീക്ഷിച്ചിരിക്കുന്ന ഭക്തരായി അവിടെ തന്നെ എത്തിച്ചേരും. നമ്മള് അംഭോരുഹസ്ത കളഹംസ കിശോരരമ്യം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പൈതലിനെ എടുക്കുന്ന പിന്നെ വസുദേവരുടെ ഭാവം, ഒരു താമരപ്പൂവിന്റെ ഇതളിലിരിക്കുന്ന അരയന്നത്തിന്റെ പൈതലിനെ എടുക്കുന്നത് പോലെ എടുത്ത് മാറോടണച്ച് കൊണ്ടുപോകുന്ന ആ ഭട്ടതിരിപ്പാട്ടിന്റെ വരികളെ കൊട്ടയിൽ ചുമന്നു എന്നൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. അപ്പൊ എവിടെ എത്തുന്നത്? നമ്മള് അവിടെ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഓരോ രംഗത്തിലും നമ്മള് ദ്വാപരയുഗത്തിൽ എത്തിച്ചേരും. അപ്പോ ഇവിടെ ഇരുന്ന് തന്നെ നമ്മൾ എല്ലായിടത്തും എത്തിച്ചേരുന്നുണ്ട്. കലിയുഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് എത്ര നന്നായിട്ടാണ് ഭക്തകവി പൂന്താനം പാടിയിട്ടുള്ളത്. യുഗം നാലിലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും. എത്ര മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നത്. യുഗം നാലിലും നല്ലു കലിയുഗം എന്നാണ് പറയുന്നത്. ഇവിടെ സ്വർഗവും ഉണ്ട്, നരകവും ഉണ്ട്, സദ്യുഗമുണ്ട്, കൃതയുഗമുണ്ട്, അതുപോലെ തന്നെ ദ്വാപരവും ത്രേതായുഗവും എല്ലാം ഉണ്ട്. ഇവിടെ ഇരുന്ന് നാമസങ്കീർത്തനം ചെയ്തോളൂ എന്നാണ് മറ്റു 13 യുഗങ്ങളിലുള്ളവരും എല്ലാം മുക്തി തങ്ങൾക്കു സാധ്യമായിടുവാൻ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാൻ പറ്റിയാൽ അഹോ ഭാഗ്യം എന്നാണ് ഭക്തകവി പൂന്താനം പാടിയിരിക്കുന്നത്. അപ്പോ ഇവിടുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്നായാൽ എല്ലാം നന്നായി എന്നുള്ളതാണ്. നമ്മളാണ് ധർമ്മത്തെ രക്ഷിക്കേണ്ടത്, അല്ലെ? ആ സംസ്കൃത വാക്യം എല്ലാവർക്കും അറിയാം. ധർമ്മത്തിനെ രക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ളത്. അവിടെയാണ് ധർമ്മം ഇരിക്കുള്ളൂ, ധർമ്മം ജയിക്കുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു കാലത്ത് നമുക്ക് ഇവിടെ തന്നെ സത്യുഗവും ഇവിടെ തന്നെ ത്രേതായുഗവും ഇവിടെ തന്നെ കലിയുഗവും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അവിടെ എത്തിച്ചേരാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ യുഗങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോ ഓരോ യുഗങ്ങളും കഴിയുമ്പോൾ വീണ്ടും യുഗങ്ങൾ ആവർത്തിക്കും. അപ്പോൾ ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജനനം, അല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഹനുമൽ സ്വാമിയും ത്രേതായുഗത്തിലാണ് വന്നിരിക്കുന്നതെന്ന് കരുതുക. പക്ഷേ അത് കഴിഞ്ഞ് ദ്വാപരയുഗവും കലിയുഗവും കഴിഞ്ഞാൽ വീണ്ടും സത്യുഗം വരും. അപ്പോൾ പ്രത്യേകം ഓരോരോ ത്രേതായുഗങ്ങളിലും ഭഗവാന്റെ അവതാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് യുഗചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുഗചക്രത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 4 യുഗങ്ങൾ കൂടിയതാണ് ഒരു യുഗചക്രം. ഇപ്പൊ നമ്മൾ കണ്ടു സത്യുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളും കൂടിയ ഒരു യുഗചക്രത്തില് 43,20,000 വർഷങ്ങളാണ് ഉള്ളത് എന്നാണ് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്.
എത്ര ഗംഭീരമായ, നമ്മൾ AD BC എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണക്ക് പറയേണ്ടി വരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. 4 യുഗങ്ങളുള്ള യുഗചക്രത്തില് 43,20,000 വർഷങ്ങളാണ് ഉള്ളത്. 4 യുഗങ്ങളിൽ എങ്ങനെയാണ് അത് ഭാഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സത്യുഗം അല്ലെങ്കിൽ കൃതയുഗത്തില് 17,28,000 വർഷങ്ങളാണുള്ളത്. എത്രയാ? 17,28,000 വർഷങ്ങൾ. അപ്പോ ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും 25% വർഷങ്ങൾ കുറയും. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ സത്യുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലെത്തുമ്പോൾ 12,96,000 വർഷങ്ങളാണ് ത്രേതായുഗത്തിനുള്ളത്. 12,96,000 വർഷങ്ങൾ. ഇനിയോ ദ്വാപരയുഗത്തിലെത്തുമ്പോൾ അത് 8,64,000 വർഷങ്ങളായിട്ട് ചുരുങ്ങും. അടുത്തത് കലിയുഗമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിലുള്ളത് 4,32,000 വർഷങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 43,20,000 വർഷങ്ങൾ കിട്ടും. അതാണ് നമ്മളുടെ ഒരു യുഗചക്രം. ഇപ്പോ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടായിരിക്കും, ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കും. കലിയുഗം തുടങ്ങിയത് എഴുതി വച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മള് ശ്രീമദ് ഭാരതത്തിൽ കലിയുഗത്തിനെ പറ്റി പറയുന്നുണ്ട്, ഭാഗവതത്തിലുണ്ട്, അതുപോലെ തന്നെ മനുസ്മൃതിയില് കലിയുഗത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ കലിയുഗം തുടങ്ങിയിരിക്കുന്നത് 3102 BC വീണ്ടും നമുക്ക് BC എന്നൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. ക്രിസ്തുവിനെ ആലംബിച്ചിട്ട് നമുക്ക് വർഷങ്ങൾ പറയേണ്ട ഗതികേടാണ്. അപ്പൊ 3102 BC ബിഫോർ ക്രൈസ്റ്റ് ആണ് കലിയുഗം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോ നമ്മള് ഏത് വർഷത്തിലാണ്? 2024. അപ്പൊ കഷ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4,32,000 വർഷങ്ങളിൽ നിന്നും ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4,26,000 വർഷങ്ങൾ ഇനിയും കലിയുഗത്തിലുണ്ട്. അപ്പൊ ആരും ലോകം വേഗം അവസാനിക്കും എന്നൊന്നും കരുതി പേടിക്കേണ്ട. എത്ര ദുരിതങ്ങള് ചെയ്തു കൂട്ടുന്നുവോ അത്രയും ദുരിതങ്ങൾ വരും തലമുറയ്ക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സദ്ബുദ്ധരായിട്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതുപോലെ തന്നെ നദിയും ജലങ്ങളും ഒക്കെ ഇതൊന്നും ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ല, നമ്മളുടെ കർമ്മങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണ് നമുക്ക് കലിയെ ശമിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോ ഇങ്ങനെ 4,26,000 വർഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് കലിയുഗത്തിലുള്ളത്. ഇങ്ങനെയുള്ള 4 യുഗങ്ങൾ കൂടിയ ഒരു യുഗചക്രം, അങ്ങനെ 71 യുഗചക്രങ്ങൾ കൂടുമ്പോഴാണ് ഒരു മന്വന്തരം ഉണ്ടാവുന്നത്. ഒരു മന്വന്തരം. അങ്ങനെ ഒരു മന്വന്തരത്തില് നമുക്കറിയാം വിവിധ തരത്തിലുള്ള മനുക്കള്, വൈവസ്വത മനു, അതുപോലെ തന്നെ പല മനുക്കളെ പറ്റിയിട്ടും. ഇപ്പൊ 7ാമത്തെ മന്വന്തരമാണ് ഈ കലിയുഗം ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ 14 മന്വന്തരങ്ങൾ കൂടുമ്പോഴാണ് ഒരു കൽപ്പം എന്ന് പറയും. 14 മന്വന്തരങ്ങൾ കൂടുമ്പോൾ 71 യുഗചക്രങ്ങളെ ഒരു മന്വന്തരം, 14 മന്വന്തരങ്ങൾ കൂടുമ്പോൾ ഒരു കൽപ്പം. അപ്പോ ഈ കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 യുഗചക്രങ്ങളാണ് കൽപ്പത്തിൽ. ഒന്ന് വ്യത്യസ്തമായിട്ട് അതിനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള 14 മന്വന്തരം കൂടിയിട്ടുള്ള ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു പകലാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു പകലാണ് കൽപ്പം. ഈ കൽപ്പം കഴിയുമ്പോഴാണ് കൽപ്പാന്തകാലം ഉണ്ടാകുന്നത്. അപ്പോഴാണ് പ്രളയം ഉണ്ടാകുന്നത്. അപ്പൊ പ്രളയം ഉണ്ടാവുന്നുള്ളൂ. മഹാപ്രളയം ഉണ്ടാവണമെങ്കിൽ വീണ്ടും ബ്രഹ്മാവിന്റെ 1,00,000 ദിനങ്ങൾ കൂടിയാലാണ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കൽപ്പങ്ങളിലും പ്രളയം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ മഹാകൽപ്പങ്ങളിലും മഹാപ്രളയവും ഉണ്ടാവും. അങ്ങനെ മഹാപ്രളയമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രളയമുള്ളപ്പോൾ ഈ വിരാട് സ്വരൂപിയായിട്ടുള്ള വിഷ്ണു ഭഗവാൻ അദ്ദേഹം സകല ചരാചരങ്ങളെയും തന്നിലേക്ക് സമന്വയിപ്പിച്ച് അദ്ദേഹം എന്ത് ചെയ്യും? അങ്ങനെ ശയനം ചെയ്യുകയാണ് ആ പ്രളയത്തില്. അദ്ദേഹത്തിന്റെ നാഭീകമലത്തിൽ നിന്നും ബ്രഹ്മാവ് വരുന്നതും, പിന്നെ ബ്രഹ്മാവ് മായയെ അന്വേഷിച്ചിട്ട് എവിടുന്നാ വന്നത് അന്വേഷിച്ചു തപസ് ചെയ്യുന്നതും അന്വേഷിച്ച് നടക്കുന്നതും ഒക്കെ നാരായണീയത്തിലും ഭാഗവതത്തിലും വിശദമായി പഠിച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ചാറോജുഗു പ്രതാപത്തുമാര ഹേ പരിസ്ഥിതി ജഗത്തുജിയാര എന്നുള്ളത് പറഞ്ഞു തരാണ്. തർക്കബുദ്ധിയോടുകൂടി പറയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ. യുഗചക്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാ യുഗങ്ങളിലും മനുക്കളുണ്ടായിരിക്കും, അതുപോലെ തന്നെ അവതാര പുരുഷന്മാരും ഉണ്ടാവും, ഹനുമാനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും വളരെ വിഷമിക്കേണ്ട. എപ്പോഴും ഹനുമാൻ ഉണ്ടായിരിക്കും. ഈ കലിയുഗത്തിലെ 4 യുഗങ്ങളിലും കൊണ്ടുപോയി നമ്മളെ ദർശനം നടത്തി നമ്മളെ അദ്ദേഹം തന്നെ കൈപിടിച്ച് കരകയറ്റും എന്നുള്ളതാണ്. ഇനി നോക്കൂ, വേഗം നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന്.
തുളസിദാസ് ഗീതാവലിയില് വളരെ മനോഹരമായിട്ടുള്ള ഒരു തുളസിദാസിന്റെ ഒരു കവിതയുണ്ട്. ആ കവിത ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക്. ധന്യ കൗസല്യ ധന്യ കൈകേയി ധന്യ സുമിത്ര മയ്യ धन्य भूप दशरथि दाशरथि जे आंगन खेलत चारो भैया धन्य भूप दशरथ के आंगन खेलत है चारो भैया. 4 മക്കളും ജനിച്ചിട്ട് ദശരഥന്റെ ആംഗനത്തില് മുറ്റത്ത് കളിക്കുകയാണ് അവർ 4 പേരും എന്നാണ് പറയുന്നത്. എന്നിട്ടോ മീട്ടി തോത്തലി രസീലി പ്രഭുവാണി ലാഗേ प्रभुवाणी लागे मने मीठो मीठो सरयू जी का पानी लागे मने मीठो मीठो सरयू जी का पानी लागे. ഇവിടെ എന്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്? ഈ 4 മക്കളും ഇങ്ങനെ കളിച്ചു നടക്കുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും അതിലെ 3 പത്നിമാരും അതുപോലെ തന്നെ ദശരഥനും കൺകുളിർക്ക് കണ്ടിരിക്കുമ്പോ സരയൂല പാനി പോലും മധുരമയമായി മാറുകയാണ് എനിക്ക് എന്നാണ് തുളസിദാസ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടോ സീതാരാമജി കി പ്യാരി രാജധാനി ലാഗേ രാജധാനി ലാഗേ മനെ മീഠോ മീഠോ സരയൂജി കാ പാനി ലാഗേ പാനി ലാഗേ. അങ്ങനെ ഇരിക്കുന്ന സീതാരാംജിക്ക് രാജധാനി എത്ര ആ അയോധ്യയെ കുറിച്ച് സങ്കല്പിക്കൂ. അപ്പൊ തന്നെ നമുക്ക് അങ്ങനെ രോമാഞ്ചം അണിയും നമ്മളുടെ ശരീരത്തില്. അതാണ് ആ ഭക്തിയുടെ മയം. എന്താണ് പറയുന്നത്, ആ നമ്മളെ ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ അതാണ് കാണുന്നത്. അപ്പൊ ജീവിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇത് പറഞ്ഞിട്ട് തുളസിദാസ് എഴുതുന്ന എന്താണ്, ഗീതാവലിയില് താം തുളസി മിലേ ഗായേ. ഇത് രാമന്റെ ജന്മം നടന്നപ്പോ ഇതേ പാട്ട് ആളുകൾ പാടി എന്ന് ഗീതാവലിയിൽ തുളസിദാസ് എഴുതി വെച്ചു. അപ്പൊ പലരും ചോദിച്ചു അത്രേ അതെങ്ങനെ തുളസിദാസിന് അറിയുന്നതെന്ന്. അപ്പൊ തുളസിദാസ് വീണ്ടും എഴുതി താം തുളസി മിലേ ഗായേ, തുളസി അവരുടെ കൂടെ കൂടി എന്നിട്ട് പാടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നോക്കൂ, തുളസിദാസിന് ഈ കലിയുഗത്തിൽ ഇരുന്നിട്ട് ത്രേതായുഗത്തിൽ പോയിട്ട് രാമൻ ജനിച്ചപ്പോ പാടാൻ പറ്റി എന്ന് പറയുമ്പോ നമ്മൾ രാമചരിതമാനസം ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ അയോധ്യാകാന്ഡത്തില് ഒരു രംഗമുണ്ട്. ആ രംഗം നമുക്കൊന്ന് നോക്കാം. വനവാസകാലത്ത് പ്രയാഗയിൽ നിന്നും അയോധ്യയിൽ നിന്നും പ്രയാഗയിലെത്തി. നമുക്കറിയാം പ്രയാഗ എന്ന അടുത്താണ് അയോധ്യ എന്ന്. അയോധ്യയിൽ നിന്നും പ്രയാഗത്തിലെത്തി പ്രയാഗത്തിൽ നിന്നും ചിത്രകൂടത്തിലോട്ട് യാത്ര പോവുകയാണ്, ചിത്രകൂടത്തിലേക്ക് പോവുകയാണ്. അപ്പോ ചിത്രകൂടത്തിലേക്ക് പോകുന്ന രാമചന്ദ്ര ഭഗവാൻ, സീത ദേവി, ലക്ഷ്മണൻ, കൂടെ ശൃംഗവേരാധിപൻ ഗുഹനും ഉണ്ടായിരുന്നു. അപ്പൊ ഗംഗ കടന്നിട്ടുണ്ടായിരിക്കും, അതിനുശേഷമാണിത് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവരെ പറ്റിയിട്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ തുളസിദാസ് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് രാമചരിതമാനസത്തിൽ. എന്നിട്ടോ പെട്ടെന്ന് ഒരു ശ്ലോകം അവിടെ ഉണ്ട്, ഒരു ബന്ധവുമില്ലാത്തൊരു ശ്ലോകം. തേഹി അവസർ ഏക് താപസ് ആവാ തേജ് പുഞ്ച ലഘുമയ സുഹാവാ. തേഹി അവസർ, ആ അവസരത്തില് ഏക് താപസ് ആവാ, ഒരു താപസൻ വന്നു. ഒന്നുമില്ല, പേരൊന്നുമില്ല. തേജ് പുഞ്ച്, വളരെ തേജസ്വിയാണ്. ലഘുമയ സുഹാവ, മന്ദസ്മിതം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വന്നു അവിടെ എന്നാ പറയണത്. എന്നിട്ടോ അദ്ദേഹത്തിനെ സജല നയന്, അദ്ദേഹത്തിന്റെ ചരണങ്ങളെ, ഇഷ്ടദേവൻ അദ്ദേഹത്തിനെ, ഈ മുനിയെ തിരിച്ചറിയുന്നു. സജല നയനായ അദ്ദേഹത്തെ ഇഷ്ടദേവൻ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിന്റെ ചരണങ്ങളില്, രാമചന്ദ്ര ഭഗവാന്റെ ചരണങ്ങളില് മുനി നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ ലക്ഷ്മണൻ മുനിയെ പ്രണമിക്കുന്നു, സീതാദേവി മുനിയെ പ്രണമിക്കുന്നു, നിഷാദരാജൻ അങ്ങനെ ഗുഹൻ പ്രണമിക്കുന്നു മുനിയെ. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരണങ്ങൾ വീണ്ടും വീണ്ടും ഈ മുനി പ്രണമിക്കുന്നു. അതിനുശേഷം ഈ തപസ്സി എവിടുന്ന് വന്നു, എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? എല്ലാ തപസ്സികളുടെയും പേരുണ്ട് രാമായണത്തില്. പക്ഷെ ഈ തപസ്സിയുടെ പേര് മാത്രം തുളസിദാസ് എഴുതിയിട്ടില്ല. അതാരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ തപസ്സി എവിടേക്കാ പോയെന്ന് എഴുതുന്നില്ല. പിന്നെ വീണ്ടും അയോധ്യയിലെ ഈ ചിത്രകൂടത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ജനപദങ്ങളുടെ വർണ്ണനയാണ് തുളസിദാസ് ചെയ്യുന്നത്. പലരും തുളസിദാസ രാമായണം പഠിച്ച് ആവർത്തിച്ച് പഠിച്ച് അതിനകത്ത് മനനം ചെയ്ത്
അതിനകത്തുനിന്ന് മുത്തുകൾ എടുത്തിട്ടുള്ള ഒരുപാട് സന്ത് മഹാത്മാക്കളുണ്ട് നമ്മുടെ ഈ ഭാരതഭൂമിയിൽ. അപ്പോ അവരിലൊക്കെ പ്രശസ്തരായ പലരും പറയുന്നത് ഇത് തുളസിദാസ് എഴുതിയതല്ല. കാരണം ഇങ്ങനെ ഈ ചിത്രകൂടത്തിലേക്ക് പോകുന്ന വഴി, എവിടുന്ന്, പ്രയാഗയിൽ നിന്ന് ചിത്രകൂടത്തിലേക്ക് പോകുന്ന വഴിയാണ് രാജാപൂർ എന്ന് പറയുന്ന ഈ തുളസിദാസിന്റെ ഗ്രാമം വരുന്നത്. അപ്പൊ ആ ഗ്രാമത്തിലൂടെ ഈ ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാൻ ത്രേതായുഗത്തിലാണ് ജനിച്ചു പോയിരുന്നെങ്കിൽ എനിക്കും അവരുടെ കൂടെ പോവായിരുന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഭാവസമാധിയിലോട്ട് ആണ്ടു പോവുകയാണത്രേ. അങ്ങനെ അവിടെ ഇരുന്നു എഴുതുന്നിടത്ത് അങ്ങനെ ഇരുന്ന് ഭാവസമാധിയിൽ പോയ അദ്ദേഹത്തെ ഹനുമാൻ കണ്ടിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയാണ്. അപ്പൊ പറയാ, കാലത്തിന്റെ ദൂരം നീ മാറ്റി നിർത്തൂ. കാരണം കാലത്തിന്റെ ദൂരം മാറ്റി നിർത്താൻ ശക്തനാണ് ഭഗവാൻ. ഹനുമാനും കാലത്തിന്റെ ദൂരം മാറ്റി നിർത്തൂ, എന്നിട്ട് ഹനുമാനെ തുളസിദാസിനെ കൊണ്ടുവരൂ ഇവിടെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ് അവിടെ എന്നാ പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോവാണ്. പെട്ടെന്ന് സമാധിയിൽ നിന്നും ഭഗവാന്റെ ദർശനം കണ്ട് ഉണരുന്ന തുളസീദാസ മഹാരാജ് പിന്നെ വീണ്ടും എഴുതുന്നത് ജനപദങ്ങളുടെ വിവരണവും അവിടുത്തെ നാരീജനങ്ങളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയും കുട്ടികളുടെയൊക്കെ വിവരണമാണ് പോകുന്ന വഴിക്ക് പിന്നെ ചെയ്യുന്നത്. ഈ മുനി എവിടുന്ന് വന്നോ എവിടുന്ന് പോയോ എന്നില്ല. അപ്പോ ഈ പരമാത്മാവ് സിദ്ധന്മാരായിട്ടുള്ള ആത്മാക്കൾ പറയുന്നത് ഇത് ഹനുമൽ സ്വാമി തന്നെ വന്ന് എഴുതിയതാണ്. ഇങ്ങനെ ഇദ്ദേഹം ഭാവസമാധിയെ പ്രാപിച്ചപ്പോൾ ഹനുമാൻ വന്ന് എഴുതിയതാണ്. തേഹി അവസരയേക്ക് താപസ ആവാ തേജ് പുഞ്ച് ലഘുമയ സുഹാവ എന്ന് എഴുതിയതാരാണ്? ഇദ്ദേഹം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ തുളസീദാസനും കലിയുഗത്തുനിന്ന് ത്രേതായുഗത്തിലേക്ക് പോകാൻ പറ്റി. അപ്പോ ചാറോ ജുഗ് പ്രതാപ് തുമാര, ഹനുമാനെ ഭജിക്കൂ, ഹനുമാന്റെ ചരണങ്ങളെ പ്രാപിക്കൂ. ഇദ്ദേഹം എത്രേ പറയുന്നുള്ളൂ? ഹനുമാനോടാണ് കാണിച്ചു തരാൻ പറയുന്നത് ഭഗവത്പാദങ്ങളിലേക്ക്. ഹനുമാനെയാണ് ജപിച്ചത്, കിട്ടിയതോ ശ്രീരാമചന്ദ്ര ഭഗവാനും. അപ്പൊ നമ്മൾക്കും ചെയ്യാനുള്ളത് ഇതാണ്, ഹനുമൽ ചരണങ്ങളെ. കാരണം ഗുരുവാണ്. ഗുരു ഇല്ലെങ്കിൽ ഒരിക്കലും മാനസ ഗുരുവായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചു വയ്ക്കുന്ന പുസ്തകങ്ങളിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഗുരുവായിട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് പഠിക്കുമ്പോൾ, ഇപ്പോൾ ഗുരുക്കളില്ലാണ്ടെങ്കിൽ നമുക്ക് വാത്മീകിയാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ വേദവ്യാസനാണെങ്കിലും പിന്നെ നമ്മൾക്ക് വേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണെങ്കിലും തുളസീദാസ, ഇവരൊക്കെ നമ്മളുടെ ഗുരുക്കളാണ്. ആ ഗുരുക്കളുടെയും ഗുരുക്കളാണ് സദാ നിറഞ്ഞു നിൽക്കുന്ന ഹനുമൽ സ്വാമി. അപ്പോ നമ്മൾ ഇദ്ദേഹത്തെ ഗുരുവായി സങ്കല്പിച്ച് എന്താണോ ഭാവന ചെയ്യുന്നത് അവിടേക്ക് നമ്മളെ അദ്ദേഹം കൊണ്ടെത്തിക്കും എന്നാണ്. ചാറോ ജുഗ് പ്രതാപ് തുമാര ഹേ പരിസിദ്ധ് ജഗത്തുജിയാര, ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ, ഈ ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കാനുള്ള പ്രസിദ്ധിയുള്ള ആളാണ് ഹനുമൽ സ്വാമി എന്നാണ് പറയുന്നത്. ഇനിയും നമുക്കിവിടെ നോക്കണം. കാരണം ഇവിടെ ഇരുന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം, ഈ കലിയുഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 4 യുഗങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളത്. ഏറ്റവും മനോഹരമായിട്ട്, പക്ഷേ മലയാളികള് ഒരുപക്ഷെ ഹതഭാഗ്യരാണ്, ഹോളി എന്ന് പറയുന്ന ഒരു വലിയ മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ നിറച്ച കളറ് ആയിട്ട് രംഗമായിട്ട് നമ്മൾ എല്ലാവരും മാറുന്ന, ഇപ്പൊ 4 യുഗങ്ങളിലുള്ള ഹോളി എല്ലാവരും എഴുതിയിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കൂ, നമ്മള് സത്യുഗത്തിലെ ഹോളിയിലാണ് പോകുന്നതെന്ന് കരുതുക. അപ്പോ അവിടെ ഹോളി എങ്ങനെയാണെന്ന് പറയുന്നത്, ഗുരുദേവ് ഖിലാടി ആത്മജ്ഞാനക്ക് രംഗ് ബനാക്കെ. ഗുരുദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിദാനന്ദരൂപിയായ ശിവൻ തന്നെയാണ്. ഗുരുദേവ് ഖിലാടി ആത്മജ്ഞാനക്ക് രംഗ് ബനാക്കെ വാണിക്ക് പിച്ചുകാരി ചലാദൈ മേരി മൻ ചുനരി മേ ജരാ ഭോർ ഭൈ സാരി ജയതി ലീലാ ന്യാരി ശ്രീ ഗുരുദേവ് ഖിലാടി. ഇവിടെ പറയുന്നത് എന്താണ്? ഗുരുദേവ് തന്നെയാണ് ഇവിടെ ഹോളി കളിക്കുന്നത്. എങ്ങനെയാണ്? ആത്മജ്ഞാനമാകുന്ന ആ നിറം, മനസ്സാകുന്ന ചുനരി എന്ന് പറഞ്ഞാൽ വസ്ത്രം, മനസ്സാകുന്ന വസ്ത്രത്തില് ആത്മജ്ഞാനമാകുന്ന ആ നിറങ്ങൾ നിറച്ച് അങ്ങനെ എല്ലാവരിലും വിതരണം ചെയ്തിട്ട് അദ്ദേഹം എല്ലാവരെയും പുണ്യവാന്മാരാക്കിയിട്ട് ആനന്ദ നൃത്തമാടിയിട്ട് ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന ആനന്ദ നൃത്തമാടുന്ന ആ ഗുരുദേവനായിട്ടുള്ള ശങ്കര ഭഗവാനും അതിൻ്റെ എല്ലാ പ്രജകളുമാണ് ഇവിടെ ഹോളി ആഘോഷിക്കുന്നത്. ഒരു ലേശം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ത്രേതായുഗത്തിലെത്തും. ത്രേതായുഗത്തിലെ ഹോളി നമുക്ക് പരിചിതമാണ്. കാരണം കിശോരിയായിട്ടുള്ള ജനകജയും
സീതയും അതുപോലെ ശ്രീരാമചന്ദ്രനും കൂടിയിട്ട് ഹോളി ആഘോഷിച്ചത് ധാരാളം പിന്നെ ഈ കീർത്തനങ്ങളിലും കൃതികളിലും ഒക്കെ ധാരാളമുണ്ട്. തുളസിദാസും എഴുതിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അതിനെയൊക്കെ കുറിച്ച്. അപ്പോ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചലച്ചിത്ര ഗാനമാണെങ്കിൽ കൂടി ഹോളി खेले रघुवीरा अवध में ഹോളി खेले रघुवीरा, രഘുവീരൻ ആ ഹോളി അവധ് എന്ന് പറഞ്ഞ അയോധ്യയിൽ കളിക്കുന്ന കിശോരിയായിട്ടുള്ള ജാനകിയും ശ്രീരാമചന്ദ്ര ഭഗവാനും ജനവാസികളോടൊപ്പം കളിക്കുന്ന ഹോളിയെക്കുറിച്ച് അയോധ്യയിൽ എപ്പോഴെങ്കിലും ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാൽഗുന മാസത്തിലെ പൗർണമി നാളിൽ ഒരു പ്രാവശ്യം പോയി നോക്കൂ. അപ്പൊ മഹത്തായിട്ടുള്ള ആ ഹോളിയില് നമുക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനായി മാറിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കളിക്കാൻ പറ്റും. അപ്പോ ഹോളി കളിക്കുമ്പോൾ അയോധ്യയിലെ ജനങ്ങളും അതുപോലെ തന്നെ ആ ഗീതങ്ങൾ പാടിയിട്ട് കളിക്കുന്ന ആളുകളും അവിടെ എത്തിച്ചേരുകയാണ്. ഇനി ദ്വാപരയുഗത്തിൽ എത്തുമ്പോഴോ എത്ര മനോഹരമായ കീർത്തനങ്ങളാണ് ഉള്ളത് ഹോളിയെ പറ്റിയിട്ടുള്ളത്. വൃന്ദാവനത്തിലെയും ബർസാനയിലെയും ഹോളി, പലരും വൃന്ദാവനം ദർശിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ സാധാരണ സമയത്തും രംഗ് അടിച്ചിട്ട് ഹോളി കളിക്കാറുണ്ട്. അപ്പോ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും സഖിമാരുടെയും ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഹോളി മറ്റൊന്നുമില്ല. അവിടെ പല കീർത്തനങ്ങളും ഇപ്പോ ഉണ്ട്. બીજો ચડતો નથી એક રંગ વિઠ્ઠલનાથ, આવ્યો તો રંગ મને શ્રીજ લાગ્યો, આવ્યો તો രംഗ് മനെ ശ്രീജ് ലാഗ്യോ. ഭഗവാനോട് തന്നെ പറയാണ്, വരൂ, എനിക്ക് മറ്റൊരു നിറങ്ങളും എൻ്റെ വസ്ത്രത്തിലോ എൻ്റെ ദേഹത്തോ പറ്റില്ല, എന്തേ പറ്റുള്ളൂ, ശ്രീജ് രംഗ്, നിന്റെ ശ്യാമള വർണ്ണം മാത്രമേ എൻ്റെ വസ്ത്രത്തിൽ പറ്റുള്ളൂ, വരൂ വിഠൽ, എന്നിട്ട് എന്നെ രംഗീലയാക്കി മാറ്റൂ എന്ന് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഗുജറാത്തി കീർത്തനമുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ, ഞാനിവിടെ ആദ്യത്തെ കാലത്ത് വന്നിട്ട് ഗുജറാത്തി ഒന്നും അറിയാത്ത കാലത്ത് ഇത് കേട്ടിരുന്നു. അപ്പോൾ നമുക്ക് വളരെ അട്രാക്ഷൻ തോന്നും ഈ കീർത്തനങ്ങളോടൊക്കെ. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പോ ഇങ്ങനെ ഉള്ള ഒരു ഹോളി, അപ്പോ ആത്മധ്യാനത്തിൽ നമ്മളാണെങ്കിൽ നമ്മൾ സദ്യുഗത്തിലെ ഹോളിയാണ്. അതുപോലെ തന്നെ രാമചന്ദ്ര ഭഗവാന്റെ കൂടി വെച്ചാൽ നമ്മൾ ത്രേതായുഗത്തിലാണ്. വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ്? ബർസാനയിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ദ്വാപരയുഗത്തിലെ ഹോളിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചാരോ ജുഗ് പ്രതാപ് തുമാരാ ഹേ പരിസദ് ജഗത്ത് ഉജിയാര. ഇനി ഏറ്റവും വലിയ ഹോളി കളിക്കുന്ന ആരാണ്? ഹനുമാൻ. അതും കൂടി കണ്ട് നമുക്ക് ഈ ശ്ലോകം ഇവിടെ സമാപിക്കാം. ഹനുമാൻ എന്താണ് നിറം എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഹോളി കളിച്ചു കഴിഞ്ഞാൽ ആ സായം സന്ധ്യയോടുകൂടി നമ്മുടെ നിറമെല്ലാം മാറും. മനസ്സിലത്തെയും പോവും, ശരീരത്തിലെയും പോവും. പക്ഷെയോ ഹനുമാൻ എന്നും കുങ്കുമവർണ്ണത്തില് ഇങ്ങനെ ആറാടി നിൽക്കുകയാണ് സിന്ദൂരിയായിട്ട്. എങ്ങനെയാണ് അതിന്റെ കഥ? അത് പറയുന്നത്, ഒരു പ്രാവശ്യം ഹനുമാൻ ജാനകി ദേവിയുടെ അടുത്ത് പോയിത്രേ. പോയപ്പോൾ ജാനകി ദേവി തൻ്റെ മാങ്കിലും അതുപോലെ തന്നെ പാലത്തിലും സിന്ദൂരം തൊടുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, മാതാജി എന്താണ് അങ്ങ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ സിന്ദൂരം തൊടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹനുമാനോട് സീതാദേവി പറയാണ്, പുത്ര, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പ്രഭു പ്രസന്നനാകും, പ്രഭുവിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ കൃപ എന്നും ഉണ്ടായിരിക്കും, നിറഞ്ഞു നിൽക്കും, അദ്ദേഹവും ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്നും ഇരിക്കും, പ്രസന്നതയോടുകൂടി എന്ന് പറയാണ്. ഹനുമാൻ അവിടുന്ന് പോവുകയാണത്രേ. പോയതിന് ശേഷം സിന്ദൂരം മുഴുവൻ ശരീരത്തിൽ വാരി പൂശി അങ്ങനെ വന്ന് നിൽക്കുകയാണ്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള വികൃതമായിട്ടാണെന്ന് പറയാം. മുഴുവൻ സിന്ദൂരത്തിൽ കുളിച്ച് ആ വർണ്ണത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാനും ചിരിച്ചു അത്രേ അത് കണ്ടിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ നിറം ഒരിക്കലും ആ ഭഗവാനെ മുഴുവൻ പ്രസന്നനാക്കിയിട്ട്, ഇത്രയും സിന്ദൂരം കൊണ്ട് സീതാദേവിക്ക് ഭഗവാനെ പ്രസന്നനാക്കുകയാണെങ്കിൽ ഇത്രയും എൻ്റെ ശരീരത്തിൽ മുഴുവൻ വാരിപ്പൂശി ആ ഭഗവാനെ ഞാൻ നിറച്ച് പ്രസന്നനാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഹനുമാന്റെ രൂപമാണ് നമ്മൾ എല്ലാ അമ്പലങ്ങളിലും ദർശിക്കുന്നത്. എന്ത് വേണമെങ്കിലും പിന്നെയും പിന്നെയും സിന്ദൂരം ഒഴിച്ചോളൂ അതിനകത്ത്. അങ്ങനെ സിന്ദൂരത്തിൽ ആറാടിക്കുക ഹനുമാനെ എന്നുള്ളത് ഏറ്റവും വലിയതാണ്. അപ്പോ ഒരിക്കലും മാറാത്ത നിറം ആണ് ഹനുമാന്റെ ഹോളിയാണ്. ഇങ്ങനെയുള്ള ഹനുമാനെ വിചാരിക്കൂ, പ്രാർത്ഥിക്കൂ. ചാരോ ജുഗ് പ്രതാപ് തുമാരാ ഹേ പരിസിദ്ധ് ജഗത്ത് ഉജിയാര. ആ ഹനുമാന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ സദ്യുഗത്തില്
ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ത്രേതായുഗത്തിലെ യജ്ഞമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഹവനമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ദ്വാപരയുഗത്തിലെ പൂജാവിധികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിലോ വെറും നാമസങ്കീർത്തനം മതി. അങ്ങനെ നാമസങ്കീർത്തനം നടത്തി ഹനുമാനെ ഭജിക്കൂ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് അദ്ദേഹം എത്തിക്കും, വിഷ്ണുപാദങ്ങളിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് പറയുകയാണ് തുളസീദാസ് മഹാരാജ്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. साधु संत के तुम रखवारे, असुर निकंदन राम दुलारे। साधु संत के तुम रखवारे, असुर निकंदन राम दुलारे। സാധു സന്ത് കെ തും രഖ്വാരേ. സാധു സന്ത് എന്ന് പറഞ്ഞാൽ സന്യാസി വര്യന്മാരെയാണ് സാധുക്കളും സന്തുക്കളും എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സാധുക്കളുണ്ട്, യതിയുണ്ട്, ഋഷിയുണ്ട്, മുനിയുണ്ട്, സാധുണ്ട്, സന്തുക്കളുണ്ട്. അങ്ങനെ സാധു സന്തുക്കെ തും രഖ്വാരെ, നീ രഖ്വാര എന്ന് പറഞ്ഞാൽ കാത്തു രക്ഷിക്കുന്നവൻ. അപ്പോ ഈ ഋഷീശ്വരന്മാരെയും മുനികളെയൊക്കെ കാത്തുരക്ഷിക്കുന്ന, അല്ലെങ്കിൽ സന്യാസി വര്യന്മാരെ കാത്തുരക്ഷിക്കുന്ന ആളാണ് ആരാണ്? ഹനുമാൻ. ഇനിയോ അസുര നികന്ദന രാമദുലാരെ. അസുരന്മാരെ, നികന്ദൻ എന്ന് പറഞ്ഞാൽ നിഗ്രഹിക്കുന്നവൻ, അസുരന്മാരെ നിഗ്രഹിക്കുന്നവനാണ്. എത്ര അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹം? രാമദുലാരെ. രാമന്റെ ദുലാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിയമുള്ളവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതിയുള്ളവനാണ്. രാമന്റെ പ്രിയപ്പെട്ടവനാണ്. അസുരന്മാരെ കൊല്ലുന്ന ഈ ഹനുമാൻ, സാധുസന്തുക്കളെ രക്ഷിക്കുന്ന ഈ ഹനുമാൻ രാമചന്ദ്ര ഭഗവാന്റെ വളരെ പ്രിയങ്കരനാണ് എന്നാണ് ഇവിടെ സാധുസന്തുക്കെ തും രഖ്വാരെ അസുര നികന്ദന രാമദുലാരെ എന്നുള്ള ഭാഗം കൊണ്ട് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് നോക്കാം ഈ ശ്ലോകത്തിനെ പറ്റിയിട്ട്. ഇവിടെ എന്താണ് പറയുന്നത്? മുനിമാര് എപ്പോഴും യാഗങ്ങൾ ചെയ്യുമായിരുന്നു പണ്ട്. ത്രേതായുഗത്തിലെ മുനിമാർ യാഗങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക? അസുരന്മാരെപ്പോഴും വരും. അവിടെ എവിടെയാണോ സത്കർമ്മം നടക്കുന്നത് അവിടെ അസുരന്മാർ വരും. അവർ രക്തമഴ ചൊരിയിപ്പിച്ചു, എന്നിട്ട് യാഗം മുടക്കി, അവരെ കൊന്നു, കുന്നായി കൂട്ടി എന്നൊക്കെയാണ് ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? രാമനോടും ലക്ഷ്മണനോടും കാണിച്ചു കൊടുക്കുന്നത് ഇവര് പോകുന്ന സമയത്ത്. അപ്പോ എവിടെയൊക്കെ സത്കർമ്മങ്ങൾ നടക്കുന്നുവോ അവിടെയെല്ലാം രാക്ഷസീയത വരും. അവിടെ ഹനുമാൻ അവരെ രക്ഷിക്കാനുണ്ടായിരിക്കും. ഇനി നമ്മൾ കലിയുഗത്തിൽ വരുമ്പോഴോ, കലിയുഗത്തിൽ വരുമ്പോ യജ്ഞാനം ജപയജ്ഞോസ്മി എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ? യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങള്, കലിയുഗത്തിലെ യജ്ഞങ്ങള് എന്താണ്? ജപമാണ്. ജപം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാമസങ്കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയുന്നത്. അപ്പോ ജപിച്ചുകൊണ്ടിരിക്കൂ, നാമം ചൊല്ലൂ. ഇനി ജപിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ പറയുമ്പോൾ ഞാനൊക്കെ ജപിക്കാം എന്നുള്ളതാണ് മനസ്സിൽ നമ്മുടെ യജ്ഞം, അതാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് കരുതിയിട്ട് നിങ്ങൾ പറയുമ്പോൾ ഗുരുക്കന്മാർ പറയത്രേ, ഒരു മാല എടുത്ത് ജപിക്കൂ എന്ന്. മാല എടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ യു ആർ കമ്മിറ്റഡ് ഫോർ 108 ടൈംസ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നമ്മൾ ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ മാല എടുത്ത് ജപിച്ചാൽ 108 പ്രാവശ്യം നമുക്ക് ജപിക്കണം. അങ്ങനെ ഒരു മാലയിൽ 108 മുത്തുകളായിരിക്കും ഉണ്ടാവുക. ആ മാലയുടെ മുത്തില് ഭഗവത് സങ്കല്പത്തിലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത് എനിക്കറിയില്ല, സുമേരു എന്നാണ് ഇവിടെയൊക്കെ പറയാ. നമ്മൾ ഗുജറാത്തിയിലും ഹിന്ദിയിലും ഒക്കെ അതിനെ, സംസ്കൃതത്തിലും സുമേരു എന്ന് പറയും. അപ്പൊ ഈ സുമേരു എത്തുന്നത് വരെ നിങ്ങളൊന്ന് ജപിക്കൂ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ പറയുന്നത്, ഹേയ് എന്തിനാ മാല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ജപിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് എടുത്തിട്ട് ജപിക്കൂ എന്ന് പറഞ്ഞ് ഈ മാല എപ്പോഴെന്താണ് ചെയ്യുന്നത്? നമ്മൾ കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്നത് കാണാണ്ടിരിക്കാൻ. എന്നിട്ട് കണ്ണടച്ച് ഈ മാലയുടെ ഓരോ മുത്തുകളും ഇങ്ങനെ മാറ്റിയിട്ടാണ് ഹരിരാമ അല്ലെങ്കിൽ എന്താണ് ഭജിക്കണമെങ്കിലും ഭജിക്കുക. ഇത് ഭജിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാലാണ് ഉടനടി രാക്ഷസന്മാര് വരിക. കാരണം നമ്മുടെ യജ്ഞല്ലേ, അയ്യോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, അയ്യോ തിളപ്പിക്കാൻ എന്തോ വെച്ചിരിക്കുന്നു, മോട്ടർ അടിക്കണ്ടേ, വെള്ളം നിന്ന് പോവും. ഇങ്ങനെ ഓരോ രാക്ഷസന്മാരും വന്ന് ഈ മാല ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോ വരും. അതാണ് ശ്രദ്ധയോടുകൂടി ജപിക്കണമെങ്കിൽ മാല ജപിക്കൂ എന്ന് പറയുന്നത്. എന്നിട്ട് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാല എടുത്തിട്ട് സുമേരു ആയോ എന്നുണ്ടെങ്കിൽ ആ വലിയ മുത്തായോ എന്നിങ്ങനെ പിടിച്ചു പൊളിച്ചു നോക്കത്രേ, എത്ര ചെല്ലിയാലും ഇനി വേഗത്താണ്. അപ്പൊ മനസ്സിൽ മുഴുവൻ ലൗകിക കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തും. ഇത് തന്നെയാണ് ആസുരിക ശക്തികൾ. ഇത് തന്നെയാണ് നമ്മൾ ഹനുമാനെ ഭജിച്ചിട്ട് ബലവീരനായിട്ടുള്ള ജ്ഞാനങ്ങളും ഗുണങ്ങളും തന്ന് അതുലിത ബലധാവനായിട്ടുള്ള ആ ഹനുമാനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന്
നമുക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ധ്യാനശക്തി തന്ന് ഭഗവത് ചരണങ്ങളിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള ആ ധ്യാനശക്തിയോടുകൂടി തന്നെ നമ്മൾക്ക് നാമം ജപിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഈ മാല. നമ്മൾ അവിടെ മാല ഫേർന എന്ന് പറയുമ്പോൾ മാലയോടുകൂടി ജപമാല എടുത്ത് ജപിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോ കാമം, ക്രോധം, ലോഭം, മോഹം ഈ രാക്ഷസന്മാരൊക്കെ ജപിക്കാൻ തുടങ്ങിയ അപ്പോൾ വരും. അങ്ങനെ കുറേ കാലം നമ്മൾ ധ്യാനത്തിലിരിക്കാനും, പലരും പറയും ധ്യാനത്തിലിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ധ്യാനത്തിലിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല ചിന്തകളും വരും. അവിടെയാണ് ഹനുമാനെ കൂടാതെ ആരുടെയും കാര്യം നടക്കില്ല എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഹനുമാൻ, ശ്രീരാമചന്ദ്ര ഭഗവാന് പോലും ഹനുമാന്റെ സഹായം തേടേണ്ടി വന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം. അദ്ദേഹം തന്നെ രാമചരിതമാനസത്തിലെ വളരെ പ്രശസ്തമായ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും രാവണന്റെ ലങ്ക അതുപോലെ തന്നെ ഇരിക്കുമായിരുന്നു, സീതാദേവി ലങ്കയിൽ തന്നെ നശിക്കുമായിരുന്നു, ഞാനിങ്ങനെ വനവാസിയായി എന്നും നടക്കുമായിരുന്നു ഹനുമാൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഭരതനോട് പറയുന്നുണ്ട്, ഞാൻ ഹനുമാന്റെ ഋണിയാണ് ഭരത എന്ന് പറയുന്ന ശ്ലോകമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയില് ഇദ്ദേഹം ഹനുമാൻ ഇല്ലാതെ ശ്രീരാമചന്ദ്ര ഭഗവാനെ പറ്റിയില്ല. അതുപോലെ തന്നെ ദ്വാപരയുഗത്തില് കൃഷ്ണനും ഹനുമാനെ ആശ്രയിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ അതും പറഞ്ഞിട്ടുണ്ട്. കാരണം തേരിന്റെ മുകളിൽ വന്നിരുന്നത്. പക്ഷേ നമ്മൾ കേൾക്കാത്ത ഒരു ചരിത്രം അല്ലെങ്കിൽ സംഭവം, നമ്മൾ ഹനുമാനും ഭീമസേനുമുള്ള ദ്വാപരയുഗത്തിലെ ഗംഭീരമായിട്ടുള്ള കല്യാണ സൗഗന്ധികം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നമ്മൾ ആ കഥകളൊക്കെ ഗംഭീരമായിട്ട് അറിയാം. പ്രചുര പ്രചാരം നേടിയ കഥകളിയുണ്ട് കല്യാണ സൗഗന്ധികത്തിന്റെ. പക്ഷേ ഇതേപോലെ തന്നെ അർജുനനും ഹനുമാനും തമ്മിലുള്ള ഒരു കഥയുണ്ട്. അത് നമ്മളൊന്നും കേൾക്കാത്ത കഥയായിരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൂടി പറയാം ഇതിൻ്റെ കൂടെ. ഒരു പ്രാവശ്യം ഇങ്ങനെ അർജുനനും കൃഷ്ണനും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു അത്ര അർജുനനോട്, അർജുന, കുറച്ച് പൂജയ്ക്ക് പൂക്കൾ എടുത്തു കൊണ്ടുവരുമെന്ന്. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ വേഗം പോയിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ കല്യാണ സൗഗന്ധികം കൊണ്ടുവരാൻ ഇദ്ദേഹം ഭീമസേനാണ് പോയത്. ഇവിടെ പുഷ്പങ്ങൾ കൊണ്ടുവരാൻ പോണ ആരാണ്? അർജുനനാണ് പോണത്. അർജുനൻ ഗാന്ധിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പുഷ്പം. അപ്പൊ കുറച്ച് പോയപ്പോൾ കദളീവനം കാണുകയാണ്. കദളീവനത്തില് എപ്പോഴും ഹനുമൽ സ്വാമി ഉണ്ടായിരിക്കും. ധ്യാനിക്കുന്നതും അവിടെ ഇരുന്നിട്ടാണ്. അതുപോലെ തന്നെ കദളീവനത്തിൽ നിന്ന് കദളിപ്പഴങ്ങൾ കഴിക്കുന്നതും അവിടെ ഇരുന്നിട്ടാണ്. അപ്പൊ വലിയൊരു വാഴയുടെ ഒരു ഇലയുടെ മറവിലിരുന്നിട്ട് അദ്ദേഹം ജയ് ശ്രീറാം, ജയ് ജയ് സിയാറാം, ജയ് സിയാറാം, ജയ് ജയ് സിയാറാം എന്ന് പറഞ്ഞ് പതുക്കെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഈ കദളീവനത്തിലെത്തുന്നത്. എന്നിട്ട് ധാരാളം പൂക്കൾ പൊട്ടിക്കുകയാണ് കദളീവനത്തിൽ നിന്ന്. പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഹനുമാൻ ചാടി വീഴും. എന്നിട്ട് ചോദിക്കും, ആരാണത്, എന്താ ചെയ്യുന്നത്? ഞാൻ പൂവ് പൊട്ടിക്കുക. അപ്പൊ പൂവ് പൊട്ടിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊന്നും ചോദിക്കാണ്ട് ഇങ്ങനെ കട്ടുകൊണ്ടുപോവാണോ പൂവ് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഹനുമാൻ കുറച്ച് കയർക്കുന്ന ശബ്ദത്തില് അർജുനനോട് പറയാണ്. അപ്പോൾ പറയാണ്, ഞാൻ പൂജയ്ക്കാണ് പൂവ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് എന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, പൂജയ്ക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുക പൂക്കള്? എന്താണ് ഈ പറയുന്നത്? ഇത് എന്തിനാണ് പറയുന്നത്? ആർക്കാണ് കൊണ്ടുവന്നത്? ഏത് ഭഗവാന് പൂജിക്കാനാണ്? അപ്പൊ പറഞ്ഞു അത്രേ, ഇത് കൃഷ്ണന് പൂജിക്കാനാണ്. അപ്പൊ എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറയത്രേ. അപ്പൊ പെട്ടെന്ന് അതിനെ കളിയാക്കുന്ന രീതി, ആ കൃഷ്ണനാണോ? കൊണ്ടുപോയിക്കോ. അപ്പൊ അർജുനൻ ചോദിക്കും അത്രേ, എന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന്. ഒരു പുച്ഛസ്വരത്തിൽ എന്താ പറഞ്ഞ്, അല്ല ജിൻകി ഭഗവാൻ, ഈ ആളുടെ ഭഗവാൻ തന്നെ മാക്കൻ ചോറാണ്, അല്ലെങ്കിൽ വെണ്ണ കട്ട് നടന്നതാണ്, സകല സാധനങ്ങളും മോഷ്ടിച്ചതാണ്. അപ്പോ അത് പിന്നെ പൂജയ്ക്ക് പൂക്കളും കട്ടുകൊണ്ടേയാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ രൂപത്തില് കൃഷ്ണനെ കളിയാക്കി അർജുനന്റെ അടുത്ത്. അത് കേട്ടോടുകൂടി അർജുനന് ദഹിച്ചില്ല. നിന്റെ ഭഗവാൻ ആരാ? അപ്പോ ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. അത് ഞാനും കേട്ടിട്ടുണ്ട്, ശ്രീരാമചന്ദ്ര പ്രഭുവാണെന്ന്. ഈ വാനരന്മാരെയൊക്കെ പിടിച്ചിട്ട് ഇദ്ദേഹത്തിന് സേതുബന്ധനം നടത്തേണ്ടി വന്നില്ലേ ഈ സീതാദേവിയെ കൊണ്ടുപോകാൻ? സ്വയം അദ്ദേഹത്തിന്റെ വില്ലും അമ്പും എടുത്തിട്ട് ഒരു സേതു ആണ് അമ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാമായിരുന്നില്ലേ? അത്രയും ശക്തിയില്ലാത്ത നിന്റെ ശ്രീരാമചന്ദ്ര ഭഗവാനാണോ എന്റെ ശ്രീകൃഷ്ണനെക്കാളിലും മെച്ചം എന്ന് ചോദിക്കുകയാണത്രേ ആര്? ഈ അർജുനൻ. അപ്പോ ഉടനടി ചോദിക്കുകയാണ് ആര്? ഹനുമാൻ ചോദിക്കുകയാണ്, എന്നാ ഒരു കാര്യം ചെയ്യൂ, ഒരു സിന്ധു തീരത്തിലേക്ക് പോവാൻ നമുക്ക്. ഒരു അമ്പുകൾ അസ്ത്രം ചെയ്തിട്ട് അർജുനൻ ഒരു പാലം നിർമ്മിക്കൂ. എന്നിട്ട് ലക്ഷക്കണക്കിന് കവിവീരന്മാരാണ് ആ പാലത്തിന്റെ മുകളിൽ കൂടെ പോയത്. ഒരേ ഒരു കവി ആ പാലത്തിന്റെ മുകളിൽ കൂടെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോ നീ പറയണത് എന്ത് ഞാൻ ചെയ്യാം. അത് തകർന്നില്ല എന്നുണ്ടെങ്കിൽ
അപ്പോ അർജുനൻ പറയാണ്, തകർന്നു കഴിഞ്ഞാൽ, ഞാൻ കെട്ടിയ പാലം തകർന്നു കഴിഞ്ഞാൽ ഒരു കവി പോയിട്ട് ഞാൻ അപ്പോ പിന്നെ ചിത കൂട്ടിയിട്ട്, അതാണല്ലോ പറയാ സന്താന ഗോപാലത്തിലാണെങ്കിലും, ഞാൻ ചിത കൂട്ടിയിട്ട് എന്റെ ശരീരം തന്നെ ജ്വലിപ്പിക്കും എന്ന് പറയാണ്. അപ്പൊ ഹനുമാനും പറയും, തകർന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യാന്ന് പറയും. രണ്ടുപേരും തർക്കിച്ചതിന് ശേഷം സിന്ധു തീരത്തിലേക്ക് പോയി, സമുദ്രതീരത്തിൽ പോയിട്ട് അർജുനൻ പാണ്ഡ്യവും എടുത്തു. ശരവർഷമാണ് അവിടെ. ബാൺ കി വർഷാക്കിയ അർജുനെ സാഗർ ബന സമൂജ എന്നാണ് പറയുന്നത് തുളസിദാസ്. ആനൻ ഫാനൻ കൈജോ ജനക പൂള് ബാന്ത് ദിയ ഊച്ച. വലിയ ഉയരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സേതു, ഒരു പാലം അർജുനന്റെ ശരവർഷം കൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇനിയോ ഇദ്ദേഹം എന്താ ചെയ്യണത്? വേഗം അവിടുന്ന് പോയിട്ട് ഉത്തര തീരത്തിലേക്കാണ് നടക്കുകയാണ്. എവിടെയാണ്? പർവ്വതങ്ങൾ മുഴുവനുള്ള ഹിമാലയ ശിഖരത്തില്. അവിടേക്ക് ഹനുമാൻ ഒരു ചാട്ടത്തിൽ അവിടെയാണ് എത്തിയതിന് ശേഷം ഹജാർ ബദൻ ബടായ ഗദാധർ ലിയോ കാന്തേ അജാർ യോജന, ഒരു 1000കണക്കിന് യോജന വലുപ്പത്തില് ഇദ്ദേഹത്തിന്റെ ശരീരം വലുതാക്കുകയാണ്. എന്നിട്ട് ഗദയോ ഇങ്ങനെ കക്ഷത്ത് വെച്ചു. എന്നിട്ടോ ഏക് ഏക് യോജൻ കെ പത്ഥർ രോം രോം മേ ബാന്ധേ. ലക്ഷക്കണക്കിന് രോമമുണ്ട്. ഓരോ യോജനയ്ക്കുമുള്ള ഓരോ പർവ്വതങ്ങൾ തന്നെ തൻ്റെ ഓരോ ശരീരത്തിലും അങ്ങോട്ട് പിടിപ്പിച്ചു അദ്ദേഹം. എന്നിട്ട് നടക്കാൻ തുടങ്ങി വിരാട് പുരുഷനായിട്ട്. അത് കണ്ട ഉടനെ തന്നെ സൂര്യൻ പോലും ഞെട്ടി വിറച്ച് പൊടിപടലമെല്ലാം ആയി മുഴുവൻ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഇദ്ദേഹം വരികയാണ്. വരുന്ന സമയത്ത് ഹായ്രേ നീച്ച് ബിൻ കാരണ ബുലായി മീച്ച് ബേർ ബാന്ധ്യോ ബജരംഗ് ബ്രഹ്മചാരി സേ ब्रिज पे संकट देखी आप एक गिरधारी बने अब तुम्ही बचाओ ये अनेक गिरधारी बन के आए हैं എന്ന് പറയുന്നത്, ബ്രിജ ഭൂമിയിൽ സങ്കടം വന്നപ്പോ ഒരു ഗോവർദ്ധനമാണ് കൃഷ്ണ നീ എടുത്തത്. ഇവിടെ 1000കണക്കിന് ഗോവർദ്ധനം എടുത്തിട്ട് വരുന്നു ഹനുമാൻ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ വിളിച്ചു അത്രേ. കൃഷ്ണൻ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്തില്ല കൃഷ്ണൻ. വേഗം ഇദ്ദേഹം പാലത്തിന്റെ മുകളിൽ ഒരു കാലേ വെച്ചുള്ളൂ. ആ കാലത്തോടുകൂടി പാലം മുഴുവൻ പൊടിഞ്ഞ് തരിപ്പണമായി. അർജുനൻ വേഗം പറഞ്ഞു, ഞാൻ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അർജുനൻ തീ കൂട്ടാൻ പോവാണ്. അപ്പോ ഹനുമാൻ പറഞ്ഞു, നമ്മൾ തമാശ പറഞ്ഞതല്ലേ, നീ ഇതൊന്നും കാര്യാക്കണ്ട. ഞാനും നീ ഇത് കണ്ടിട്ടുള്ളൂ, വേറെ ആരും കാണില്ല, ഞാൻ പറയൂല. അതുകൊണ്ട് നീ ജീവത്യാഗമൊന്നും ചെയ്യരുത്, ജീവൻ ഇങ്ങനെ ഉപേക്ഷിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് നീ ഒന്നും കുഴപ്പമില്ല, നീ പേക്കോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കൃഷ്ണനെ പറ്റിയിട്ട് എന്ന് അദ്ദേഹം എന്റെയും ഭഗവാനാണെന്നൊക്കെ പറയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹം കൂട്ടാക്കില്ല, അഹങ്കാരിയാണല്ലോ. അദ്ദേഹം പറയാണ്, ഈ വാക്ക് പറഞ്ഞാൽ ക്ഷത്രിയൻ പാലിക്കണം, എനിക്ക് പറ്റില്ല, ഞാനത് ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് തീ കൂട്ടുമ്പോ ഇത് തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ലാജ് രാഖോ ഗിരിധാരി എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ പ്രാർത്ഥിക്കുകയാണ്. അബ്കി എന്റെ രക്ഷാകരോ എന്ന് പറയാണ്, ഇയാളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വയോവൃദ്ധനായ ബ്രാഹ്മണനായിട്ട് കൃഷ്ണൻ വരികയാണ് അവിടെ. കൃഷ്ണൻ വന്നിട്ട് പറയാണ്, എന്താ അവിടെ പ്രശ്നം? വല്ല ഭക്ഷണം ഉണ്ടാക്കാനാണോ ഈ തീയൊക്കെ കൂട്ടണമെന്ന് അർജുനോട് ചോദിക്കാത്രേ. അപ്പൊ കൃഷ്ണനോട് പറയാണ്, അല്ല, ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ. അത് ശരിയാണ്, തീർച്ചയായും വാക്ക് പാലിക്കണം, ധർമ്മം പാലിക്കണം, ധർമ്മം വിലയേറിയതാണ്, വചൻ വിലയേറിയതാണ്. പക്ഷേ ശരീരം അതിനെന്ത് വിലയാണുള്ളത്? പക്ഷെ എന്താ ഉണ്ടായതെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഈ സേതുബന്ധനം ഞാൻ ചെയ്തു, അത് ഇയാള് തകർത്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കാന്ന് പറഞ്ഞിരുന്നു. അതിപ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ കണ്ടുള്ളൂ. ഇയാള് സേതുബന്ധനം നടത്തിയത് ശരിയായ രീതിയിലാണെന്ന് ആർക്കും അറിയാം, വല്ല ചൽ കപട് നിങ്ങൾ ചെയ്തു എന്നറിയില്ല. അതുപോലെ തന്നെ അയാള് വന്നത് എങ്ങനെയെന്ന് അറിയില്ല. ആരും മൂന്നാമത്തെ ഒരാൾ കണ്ടാലല്ലേ ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീണ്ടും നീ സേതു ഉണ്ടാക്കുക, എന്നിട്ട് ഇവൻ നടക്കട്ടെ, എന്നിട്ട് അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തീരുമാനിക്കാം ആരാണ് ജയിച്ചത് ആരാണ് തോറ്റതെന്ന്. അർജുനൻ സമ്മതിച്ചു. അർജുനൻ ഉടനടി വില്ലു വമ്പ് എടുത്തു, രണ്ടാമത് സേതു ഉണ്ടാക്കി. ഇദ്ദേഹവും ശക്തിയോടുകൂടി തന്നെ വന്നിട്ട് ശക്തി പിടിക്കുകയാണ്. അപ്പോ ബ്രാഹ്മണനെ കാണാനില്ല. ബ്രാഹ്മണൻ എന്താ കച്ചപ രൂപിയായിട്ട് സമുദ്രത്തിന്റെ അടിയിൽ പോയിട്ട് ഈ പാലത്തിനെ താങ്ങി നിർത്തി. ഹനുമാന്റെ പാദപതനങ്ങളിൽ നിന്നും, ആ ഇത്ര ശക്തമായ പാദപതനങ്ങളിൽ നിന്നും താങ്ങി നിർത്തിയിട്ട് അങ്ങനെ അർജുനൻ ജയിക്കുകയാണ്. അർജുനൻ ജയിക്കുമ്പോ ഹനുമാൻ പറയാണ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാന്ന് പറയുമ്പോ അർജുനനോട് പറയണം, ഇപ്പൊ ഒന്നും ചോദിക്കേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. അങ്ങനെയാണ് ഈ പിന്നെ കൗരവ പാണ്ഡവ യുദ്ധം അവസാനിക്കാതെ കഷ്ടപ്പെടുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നത് അർജുനനോട്,
ഈ ഇദ്ദേഹത്തിനെ ഹനുമാനെ ധ്യാനിക്കൂ, ഹനുമാനെ വിളിക്കൂ, നീ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ ധ്വജത്തിന്റെ മുകളിൽ ഇരിക്കാൻ പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല. നരന്റെ ആവശ്യം എന്താണ്? ഞാൻ നരനാണ്, എനിക്കൊരു ആവശ്യമില്ല ഇദ്ദേഹത്തിന്റെ, കാരണം ഒരു വാനറിന്റെ ആവശ്യമില്ല. അപ്പോ പറഞ്ഞു കൊടുക്കാണ്, സ്വാമിയായിട്ടുള്ള രഘുവരന് ഈ വാനറിന്റെ ആവശ്യം വന്നു, അപ്പൊ നീ വെറും നരനാണ്, ഇതൊന്നും പറയണ്ട, വിളിച്ചോ എന്ന് പറയാം, എന്നാ അങ്ങും വരൂ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെന്ന് പറഞ്ഞ് ഹനുമാനെ വിളിച്ചു കൊണ്ടുവന്നു. ഹനുമാൻ കവിധ്വജം എന്നുള്ള രഥമായി മാറി അതിന്റെ ആ ധ്വജസ്തംഭത്തിന്റെ മുകളില് ഹനുമാൻ ഇരിക്കുകയാണ്. അങ്ങനെ നേരത്തെ താഴ്ത്തി കൊടുത്തത് എന്താ പറയുക, ഭീഷ്മരുടെ അമ്പുകളിൽ നിന്ന് രക്ഷിച്ചതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഉള്ള ആ 4 യുഗങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാധുസന്ധുക്കളെ രക്ഷിക്കുന്ന ഈ ഹനുമാനെ ഭജിച്ചുകൊണ്ട്, അതുപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളെയും രക്ഷിക്കണേ, നമ്മൾക്കും സദ്ബുദ്ധി തരണേ, നമ്മളെ എന്ന് നേർവഴിയിലോട്ട് കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഈ ശ്രീരാമചന്ദ്ര ഭഗവാനെയും ദ്വാപരയുഗത്തിലെ കൃഷ്ണനെയും അർജുനനെയും ഒക്കെ രക്ഷിച്ചതുപോലെ ഹനുമൽ സ്വാമി നമ്മളെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ സമാപിപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ഹരി ഓം.